ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ വർഷയും ശ്രീകാന്തും ചന്ദ്രോദയത്തിലേക്ക് തിരിച്ചെത്തുകയാണ് കേട്ടോ. ആ തിരിച്ചെത്തിയത് ചന്ദ്ര കാരണമാണെന്നുള്ള വലിയ ബിൽഡപ്പ് ഇടുകയാണ് ചന്ദ്ര ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്നെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ് എത്ര ദിവസം വർഷയും ശ്രീകാന്തൊക്കെ ഇരുന്നത്. അപ്പം എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ അതിന് തക്ക മറുപടി വർഷം കൊടുക്കുന്നുണ്ട്. പറയുന്നുണ്ട്, ആൻറ്റീനെ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആൻറ്റീനെ കാണാതിരുന്നിട്ടുള്ള വിഷമം കൊണ്ടൊന്നുമല്ല ഞങ്ങൾ തിരിച്ചു വന്നത്. ഞങ്ങൾ തിരിച്ചു വരാൻ കാരണം സച്ചിയേട്ടനാണ്. സച്ചിയേട്ടന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് എന്ന് പറയാണ് കേട്ടോ. അത് ചന്ദ്രയ്ക്ക് വലിയൊരു അടിയാവുകയാണ് കേട്ടോ. കാരണം ചന്ദ്രയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇവർ പോവാൻ കാരണം സച്ചിയാണ്, വരാൻ കാരണം സച്ചിയാണെന്ന് അറിയുമ്പോൾ ചന്ദ്രയ്ക്ക് അതൊരു തിരിച്ചടിയാവും കേട്ടോ. ചന്ദ്ര ആകെ പ്ലിങ് ആയ പോലെ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ ഒരു ദിവസം വർഷ ശ്രീകാന്തിനെ വിളിക്കുകയാണ് കേട്ടോ. ശ്രീകാന്തിനെ വിളിച്ചിട്ട് ശ്രീകാന്തിനോട് പറയുകയാണ്, ശ്രീകാന്തെ നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഞാനില്ലയെന്ന് നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ നിൻ്റെ വീട്ടിലേക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്കല്ല നിന്നെ വിളിച്ചത്, നമ്മുടെ വീട്ടിലേക്ക് പോവാമെന്നാണ് പറഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്തിന് പെട്ടെന്ന് ശ്രീകാന്തിന് നല്ല സന്തോഷമാവുകയാണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുക, നീ കാര്യമായിട്ട് പറഞ്ഞതാണോ, നമ്മുടെ വീട്ടിലേക്ക് പോകാൻ നീ കാര്യമായിട്ട് പറഞ്ഞതാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് തന്നെയാണ്, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. അതല്ല, നിനക്കെന്തോ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അങ്ങനെ മാറ്റത്തിന് കാരണം സച്ചേട്ടൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് നമുക്ക് തിരിച്ചു പോകാമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയാണ്. അതെങ്ങനെ നിനക്ക് മനസ്സിലായത് എന്ന് പറയാണ്. ഞാനിന്ന് സച്ചേട്ടനെ കണ്ടിരുന്നു. ഇന്ന് എന്നെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് സച്ചേട്ടനാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നിനക്ക് എന്താണെന്ന് ചോദിക്കുകയാണ്. പറയുന്നുണ്ട്, ഇന്ന് ഞാൻ റോഷനെ കണ്ടിരുന്നു. അവൻ എന്നെ ബലം പ്രയോഗിച്ച് കാറ് കയറ്റാനും ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ എന്നെ വന്ന് രക്ഷിച്ചത് സച്ചേട്ടനാണ്. സച്ചേട്ടനില്ലെങ്കിൽ അവൻ എന്നെ പിടിച്ചുകൊണ്ടുപോയിരുന്നു എന്ന് പറയാണ്. അത് കഴിഞ്ഞ് സച്ചേട്ടൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി സച്ചേട്ടൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആരായാലും സ്വന്തം ഭാര്യേനെ അപമാനിക്കുന്നത് കണ്ട് പ്രതികരിക്കില്ലേ, അതേ സച്ചേട്ടനും ചെയ്തിട്ടുള്ളൂ. അത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയാണ്. എന്നിട്ട് നീ എന്താ ഇത്രയും നേരം എന്നോട് ഇതൊന്നും പറയാമായിരുന്നു, റോഷൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നു എന്നൊക്കെ പറയും. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. സച്ചേട്ടൻ കറക്റ്റ് സമയത്ത് വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ സച്ചേട്ടൻ പ്രതികരിക്കുന്നതൊക്കെ ആവശ്യഘട്ടത്തിലും മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഭാഗത്തും തെറ്റുകളുണ്ട്. അങ്ങനെയൊക്കെ രേവതി ചേച്ചീനെ പറഞ്ഞതുകൊണ്ടാവുമല്ലോ സച്ചേട്ടൻ പ്രതികരിച്ചത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിനി ഇവരെല്ലാം വിഷമിപ്പിച്ചിട്ട് എൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് ശരിയല്ല. നിനക്കും അത് ഒത്തിരി വിഷമാവല്ലേ, അപ്പോൾ അത് വേണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടി നമ്മുടെ വീട്ടിൽ പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, നിൻ്റെ തീരുമാനത്തിൽ ഇനി മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ, നീ ആയതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടേ, നിൻ്റെ തീരുമാനം എപ്പോൾ വേണിച്ചാൽ മാറാലോ എന്ന് പറയണം. ഇല്ല, ഇപ്പം എൻ്റെ തീരുമാനത്തിലൊരു മാറ്റമില്ല, എനിക്കിപ്പം നമ്മുടെ വീട്ടിൽ പോകണമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ പോവാം. ഇനി എപ്പോഴാണ് എൻ്റെ തീരുമാനം മാറാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്ന് പറയാണ് കേട്ടോ അവളെ തമാശയ്ക്കും. അങ്ങനെ രണ്ടുപേരും കേക്കൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കേട്ടോ. ഇവരെ കണ്ടതും എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. സച്ചിക്കും രേവതിക്കും രവീന്ദ്രനും ചന്ദ്രമതിക്കൊക്കെ നല്ല സന്തോഷമാവുന്നുണ്ട്. ശ്രുതിക്ക് മാത്രമാണ് കുറച്ച് സന്തോഷക്കുറവ്. കാരണം ഇപ്പോൾ ഇവരുടെ പ്രശ്നം കാരണം ചന്ദ്രമതി ശ്രുതിയുടെ അച്ഛൻ വരുന്ന കാര്യം മറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സച്ചി ഇടയ്ക്ക് ഇതിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര അതിന് വലിയ കാര്യമാക്കുന്നില്ല. അപ്പം ഇവൾ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ സോൾവ് ആയല്ലോ. പിന്നെ വരുന്നത് എൻ്റെ പ്രശ്നമാണ്. എൻ്റെ അച്ഛൻ വരാത്തത് ഇനി ചന്ദ്ര വലിയ പ്രശ്നമാക്കും എന്നുള്ള കാര്യം ശ്രുതിക്കറിയാം. അപ്പോൾ ശ്രുതിയുടെ മൈൻഡിൽ അതാണ് ഓടുന്നുണ്ട്. അപ്പോൾ ഇവർ വന്നതിൽ വലിയ സന്തോഷമൊന്നും ശ്രുതിക്കില്ല. അങ്ങനെ ഇവർ കേക്കൊക്കെ മേടിച്ചു. വന്ന സന്തോഷത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ വിളിച്ചിട്ടാണ് ഇവരൊക്കെ വന്നത്. ഞാൻ അവളെ ഇന്നും വിളിക്കുന്നുണ്ട്. ഞാൻ വിളിച്ച് അത്രയും സമാധാനിപ്പിച്ചിട്ടൊക്കെ, ഇവർ ചെയ്ത തെറ്റിനെ അത്രമേൽ ഞാൻ സമാധാനിപ്പിച്ചിട്ടൊക്കെയാണ് ഇവർ വന്നത്. എന്നോടുള്ള സ്നേഹം കാരണം, എന്നെ കാണാതിരിക്കുമ്പോഴുള്ള വിഷമം കാരണമൊക്കെയാണ് എൻ്റെ 2 മക്കളും വന്നത് എന്ന്
ചന്ദ്ര പറയുമ്പോൾ എടുത്തടിക്ക് വർഷ തിരിച്ചു പറയുന്നുണ്ട്, ആര് പറഞ്ഞു ആൻറ്റീനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്ന്. ഞങ്ങൾ തിരിച്ചു വന്നതിൻ്റെ കാരണം സച്ചിയേട്ടനാണ്. സച്ചിയേട്ടൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലാന്ന്, സച്ചിയേട്ടൻ്റെ രേവതി ചേച്ചിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലാന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അല്ലാണ്ട് ആൻറ്റി വിചാരിക്കുന്ന പോലെ ആൻറ്റീനെ കാണാതിരിക്കുമ്പോഴുള്ള വിഷമം കൊണ്ടൊന്നുമല്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ മാറി ഇന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ സച്ചിയും ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വർഷ പറയുന്നുണ്ട്, സച്ചിയേട്ടന് രേവതി ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം, ഞാൻ പെട്ടെന്ന് അപ്പോഴത്തെ ആ ഒരു ഇത് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ, നിങ്ങളുടെ ഭാഗം ഞാൻ കേൾക്കാനോ അത് മനസ്സിലാക്കാനോ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് രേവതി ചേച്ചിക്ക് ഉണ്ടായ വിഷമത്തിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നുണ്ട്. സച്ചിയേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും ഞങ്ങൾക്ക് മാപ്പ് തരണം. ഇനി പിന്നെ വർഷം നേരെ പോകുന്നത് രവീന്ദ്രൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് രവീന്ദ്രനോട് പറയുന്നുണ്ട്, അങ്കിളിനെ ഞങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചു, അങ്കിൾ വിളിച്ചപ്പോഴൊന്നും ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല, അതിൽ അങ്കിളിന് ഒരുപാട് വിഷമമായിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അങ്കിൾ ക്ഷമിക്കണം. രേവതി ചേച്ചി സച്ചിയേട്ടനും ഞങ്ങളെ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കാര്യങ്ങളുടെ ഗൗരവം ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. എന്തായാലും എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. രേവതി ചേച്ചി തെറ്റുകാരിയല്ലാന്ന് എനിക്കറിയാമായിരുന്നു, എന്നിട്ട് ഞാനും കൂടി അത് പറഞ്ഞില്ല, അത് എനിക്കും വലിയ വിഷമമായി. രേവതി ചേച്ചീനെ അപമാനിച്ചത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്, എന്നാലും എൻ്റെ അച്ഛനോടും അമ്മയോടും നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്ന സീനൊക്കെ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഈ എപ്പിസോഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർഷയും ശ്രീകാന്തും സച്ചിയും രേവതിയൊക്കെ നല്ല കൂട്ടാവും. സച്ചിക്ക് വർഷയോട് പിന്നെ അങ്ങനെ വലിയ ദേഷ്യമൊന്നും ഉണ്ടായിരിക്കില്ല, നല്ല കൂട്ടാവും. ഒരു ബ്രദർ സിസ്റ്റർ എന്ന ലെവലിൽ നല്ല ബോണ്ടായിരിക്കും അവർ തമ്മിലുണ്ടായിരിക്കുക. പിന്നെ ഈ വർഷയും സച്ചിയൊക്കെ ചേർന്നിട്ട് ശ്രുതിക്കൊക്കെ പണി കൊടുക്കുന്ന കുറച്ച് എപ്പിസോഡ്സൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്